അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിൽ ഒരു കൂട്ടർ ആൾക്കാർ ഹൗലുൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കാൻ വേണ്ടി പുറപ്പെടുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും, ഇത് എന്റെ ഉമ്മത്താണ്, എന്ത് ഞാൻ ഇവർക്ക് വെള്ളം കൊടുക്കണ്ട? അപ്പോൾ മലായികങ്ങൾ പറയും, ഇവർ നിങ്ങൾ പോയത് മുതൽ ദീനിൽ ഓരോന്ന് ആഡ് ചെയ്തുകൊണ്ട് വന്നവരാണ്. നൗസുബില്ല, നാം ചെയ്യുന്നത് നബിയുടെ മേൽ ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ അത് കൊണ്ടുപോകുന്നത് എവിടേക്കാ? നബിയുടെ മേൽ ഇഷ്ടം കൊണ്ടു നബിയുടെ ഷഫാത്ത് കിട്ടുന്ന പോലത്തെ പണി നാം ചെയ്യാം, അത് നബി പറഞ്ഞതുപോലെ. ഇനി സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ മേൽ മുഹബത്താണ്, അത് നബി പറഞ്ഞ പ്രകാരമാണ്, നബി പറഞ്ഞ രൂപത്തിൽ ചെയ്യുന്നതാണ് സുന്നത്ത്. ഇനി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ മേൽ മുഹബത്ത് ഇഷ്ടം തന്നെ, പക്ഷേ അത് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് കുറെ വട്ടം റബീഉൽ അവ്വൽ വന്നു. സഹാബികളുടെ ജീവിതകാലത്തിൽ കുറെ വട്ടം റബീഉൽ അവ്വൽ വന്നു. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും എന്നിവരുടെ ജീവിതകാലത്തിൽ കുറെ വട്ടം റബീഉൽ അവ്വൽ വന്നു പോയി. ഇനി താബഈങ്ങളുടെ ജീവിതകാലത്തിൽ കുറെ വട്ടം റബീഉൽ അവ്വൽ വന്നു പോയി. ഒരു ലൈഫായ ഹദീസ് പോലും ഇല്ല. ഒരു മുബാറക്ക് പറയുന്നതാവട്ടെ, ലൈറ്റ് പോട്ട് ഒരു ക്യാൻഡിൽ കത്തിച്ചതുപോലാവട്ടെ, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് കൊടുക്കുന്നത് ആവട്ടെ, അങ്ങനത്തെ ഒരു ലൈഫായ ഹദീസ് പോലും ഇല്ല. നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റബീഉൽ അവ്വൽ അത് ഇസ്ലാമിന്റെ താലീമല്ല, അത് ബിദ്അത്താണ്, വിതൗട്ട് എനി ഡൗട്ട്. അതല്ലാതെ റബീഉൽ അവ്വൽ അധികം ആചരിക്കുന്നത് രാത്രി സമയത്താണ്. പാട്ടും ലൈറ്റിങ്സും ഒക്കെ ഇസ്ലാമിൽ രാത്രി സെലിബ്രേറ്റ് ആക്കുന്നത് പാടില്ലാത്തതാണ്. ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും അത് പകൽ സമയത്താണുള്ളത്. പെരുന്നാളാണെങ്കിലും ജുമാ ആണെങ്കിലും ഏതാണെങ്കിലും രാത്രി ഉള്ളത് ഇബാദത്തിനാണ്, അല്ലെങ്കിൽ ഉറങ്ങാനാണ്, സെലിബ്രേറ്റ് ചെയ്യാനല്ല. ഇത് ഗൈർ മുസ്ലിമീങ്ങളുടെ ആചരണയാണ്. ഗൈർ മുസ്ലിമീങ്ങളുടെ ആചരണം അധികം നടക്കുന്നത് രാത്രി സമയത്താണ്. ക്രിസ്മസ്, ദീപാവലി പോലത്തെ ഫെസ്റ്റിവലുകൾ നടക്കുന്നത് അധികം രാത്രി സമയത്താണ്. ഇസ്ലാം പകലാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലിക്കുല്ലി ഖൗമിൻ ഈദുൻ വലന ഈദാൻ. എല്ലാ കൗമിനും ഓരോ ഈദാണുള്ളത്, പക്ഷെ ഞങ്ങൾക്ക് 2 ഈദാണുള്ളത്. നാം എന്ത് ചെയ്തു? അതിനെ 3 ചെയ്തു. ആ ഹദീസിന്റെ മുഖാലിഫത്താക്കി, വിരുദ്ധമാക്കി. ഒരിക്കൽ ഒരു സഹാബി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് പോയി. അവിടെ ഖബറെടുത്തുകൊണ്ടിരുന്നു. അതിന്റെ മണ്ണെല്ലാം എടുത്തുകൊണ്ടിരുന്നു. കുറച്ചു സമയം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു ദഫൻ ചെയ്യാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തന്നെ ഇരുന്നിട്ട് ഒരു ചെടിയുടെ ഒരു ഉണക്ക് ഗെള്ളെടുത്ത് ആ മണ്ണിൽ എന്തോ എഴുതി. അപ്പോൾ സഹാബാക്കൾ വന്ന് നോക്കാൻ തുടങ്ങി, എന്താണ് റസൂലുള്ള ഇവിടെ എഴുതിയത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മണ്ണിൽ ഒരു സ്ട്രെയിറ്റ് ലൈന് വലിച്ചിരുന്നു. അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരു ചെറിയ ലൈനിങ് തന്നെ വലിച്ചിരുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ മധ്യത്തിലുള്ള ഈ ലൈന് ഞാൻ വരച്ചത്, ഇത് എന്റെ വഴിയാണ്, ഇത് എന്റെ തരീഖത്താണ്, നിങ്ങൾ ഇതിൽ പോവുക, ഇത് സിറാത്തുൽ മുസ്തഖീമാണ്, ഇത് ജന്നത്തിന്റെ വഴിയാണ്. ഇനി ചെറിയ ലൈന് ഞാൻ ഇതിൽ വരച്ചിട്ടുള്ളത്, അത് സിറാത്തുൽ മുസ്തഖീമിൽ അവിടെ ശൈത്താൻ ഇരുന്നതാണ്. ആ ശൈത്താൻ ഇൻസാനിനെ തെറ്റിലേക്ക് വിളിക്കുന്നു, വഴി തെറ്റിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. സിറാത്തുൽ മുസ്തഖീമിൽ ഉള്ളവരെയാണ് ശൈത്താൻ അധികം തെറ്റിലേക്ക് വിളിക്കാൻ നോക്കുന്നത്. ഇനി ബാക്കിയുള്ളവരാണെങ്കിൽ അവരെ തെറ്റിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർ തെറ്റിലെയാണ് ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ശൈത്താന്റെ ശർറിനെ തൊട്ട് കാത്ത് സലാമത്താക്കട്ടെ.